ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ടൊവിനോയുടെ ആദ്യ 100 കോടി സിനിമ ARMന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത മലയാളം സിനിമയാണല്ലോ ഐഡന്റിറ്റി. ഈ ആഴ്ച ജനുവരി 2-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. UA സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമയ്ക്ക് 2 മണിക്കൂർ 38 മിനിറ്റാണ് ദൈർഘ്യം. ഇന്ന് സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളെല്ലാം തന്നെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നടക്കുന്നു. സിക്കന്ദർ എന്ന സിനിമയുടെ ടീസർ ഒരു ദിവസം വൈകിയാണെങ്കിൽ പോലും ഇന്നലെ റിലീസ് ആയിരിക്കുകയാണ്. സൽമാൻ ഖാൻ നായകനായി എത്തുന്ന AR മുരുകാദോസ് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ഒരു മാസ് എന്റർടൈനർ സിനിമ കൂടിയാണ് സിക്കന്ദർ. ഇത് റിലീസായിട്ട് വരുന്ന വർഷം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. 2 ആസിഫ് അലി സിനിമകളുടെ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആസിഫിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന കൂമന് ശേഷമുള്ള ഏറ്റവും പുതിയ മലയാളം സിനിമയുടെ ചിത്രീകരണം ഈ ജനുവരി മാസം ആരംഭിക്കും. ഏകദേശം 60 ദിവസങ്ങൾ കൊണ്ടായിരിക്കും സിനിമയുടെ മുഴുവൻ ചിത്രീകരണം പൂർത്തിയാക്കുക. ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമകളിൽ ഒന്നാണല്ലോ ടിക്കി ടാക്ക. സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സിനിമയുടെ ചിത്രീകരണം പുനരാരംഭിക്കുന്നതാണ്. നേരത്തെ 2023 സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയതാണെങ്കിലും ആസിഫ് അലിക്കേറ്റ പരിക്ക് മൂലം സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തിവെക്കുകയായിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ചിത്രീകരണം പുനരാരംഭിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. 2000-ന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ മികച്ച സിനിമകളിൽ ഒന്നുകൂടിയായ ഉദയനാണ് താരം എന്ന സിനിമ റിലീസിനായിട്ട് ഒരുങ്ങുന്നു എന്നൊരു വാർത്ത വന്നിരിക്കുകയാണ്. സിനിമയുടെ വാർഷികത്തിൽ ഈ വരുന്ന ജനുവരി മാസം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ നേരത്തെ പ്ലാൻ ചെയ്തെങ്കിലും നിലവിൽ ഫെബ്രുവരി മാസത്തിലേക്ക് സിനിമയുടെ റിലീസ് മാറ്റിയെന്ന് അറിയാനായിട്ട് കഴിയുന്നു. കാത്തിരിക്കാം സിനിമയുടെ റിലീസിനായിട്ട്. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ റിലീസ് ഹാട്രിക് റിലീസിന് ഒരുങ്ങുന്ന സിനിമയാണ് ആവനാഴി. ചിത്രം ഈ ആഴ്ച ജനുവരി 3-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കാത്തിരിക്കാം സിനിമയുടെ കളക്ഷൻ അറിയാനായിട്ട്. ലാലേട്ടന്റെ അടുത്ത വർഷം വരാനിരിക്കുന്ന വലിയ സിനിമകളിൽ ഒന്നാണല്ലോ ഋഷഭ. തെലുഗു സിനിമയായിട്ട് വരാനിരിക്കുന്ന ഈ പാൻ ഇന്ത്യൻ സിനിമയുടെ ഒരു ഘട്ട ചിത്രീകരണം കൂടി ഇനി ബാക്കിയുണ്ട് എന്നാണ് റിപ്പോർട്ട്. അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കാനിരിക്കുന്ന ആ ഷെഡ്യൂളിൽ ലാലേട്ടനും ചിത്രീകരണമുണ്ട്. ലാലേട്ടനും ആ ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യുന്നതാണ്. സിനിമ അടുത്ത വർഷം ഒക്ടോബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നു. കാത്തിരിക്കാം തെലുഗു പാൻ ഇന്ത്യൻ സിനിമ ഋഷഭയുടെ കൂടുതൽ വാർത്തകൾക്ക്.